ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് നോക്കുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ്. വാട്ട് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ് ആൻഡ് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേം ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ് എന്നാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ മോഡ്യൂൾ കഴിയുകയാണ്. നാളെ ഞാനൊരു എക്സാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ആ എക്സാം അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ MCQ ആയിരിക്കും, ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മീ. ഓക്കെ, അതുകൊണ്ട് ഏത് ലെവൽ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു എക്സാമിന് വേണം നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക. സോ എനിവേ, ലെറ്റ് us മൂവ് ഓൺ ടു ദ ടോപ്പിക്. എന്താണ് ടെസ്റ്റിംഗ്, എന്താണ് ഡീബഗ്ഗിങ്? ടെസ്റ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ടെസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് വെരിഫൈയിങ് ആൻഡ് വാലിഡേറ്റിംഗ് ദാറ്റ് എ സോഫ്റ്റ്വെയർ ഓർ ആപ്ലിക്കേഷൻ ഈസ് ബഗ് ഫ്രീ, meets the technical requirements as guided by its design and development, and meets the user requirements effectively and efficiently with handling all the exceptional and boundary cases. ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെച്ചാൽ അവിടെ വീഴും നിങ്ങൾക്ക് മാർക്സ്. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ എഴുതാൻ പോയാലും നിങ്ങൾക്ക് ടെസ്റ്റിങ്ങിന് ഈ ഒരു ഡെഫിനിഷൻ എഴുതാത്തിടത്തോളം നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് ദ ടേം ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതിയാൽ ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ആസ് എ ആപ്ലിക്കേഷൻ അല്ലേ. ഒരു ആപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് എഴുതി അതിനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ആയിരിക്കും നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു സോഫ്റ്റ്വെയറിനെ വെരിഫൈ ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബഗ് ഫ്രീ ആണോ, അതായത് എറർ ഫ്രീ ആണോ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എറർ ഫ്രീ ആണോ. അതുപോലെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസിൽ നമ്മൾ പറയുന്ന ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മുടെ ആ സോഫ്റ്റ്വെയർ അച്ചീവ് ചെയ്യുന്നുണ്ടോ. അതുപോലെ യൂസർ റിക്വയർമെൻറ്റ്സ്, ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്, അതുപോലെ യൂസർ റിക്വയർമെൻറ്റ്സും ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട യൂസർ പറയുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം അവിടെ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. അതായത് അവിടുത്തെ എക്സെപ്ഷണൽ ആൻഡ് ബൗണ്ടറി കേസസ് എല്ലാം, അതായത് ഇപ്പം ചില സിസ്റ്റത്തിൽ യൂസർ പറയുമായിരിക്കും ഇന്ന ഡേറ്റ മാത്രം നമ്മുടെ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ക്യാരക്ടർ ഫീൽഡായിരിക്കും ഒരെണ്ണം ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അവിടെ ഒരു നമ്പർ കേസ് നമുക്കവിടെ കൊടുക്കാം, നമ്പർ എൻ്റർ ചെയ്ത് അവിടെ ഒരു എറർ കാണിക്കണം നമ്മുടെ സിസ്റ്റം. അങ്ങനെ ഒരു യൂസർ റിക്വയർമെൻറ്റ് പറയുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള യൂസർ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മുടെ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് യൂസർ റിക്വയർമെൻറ്റും ടെക്നിക്കൽ റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ വെരിഫൈ ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡീബഗ്ഗിങ്? ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് കുറേ എറേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പം ഇനിഷ്യലി നമ്മൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ അതിന് ഒരുപാട് ബഗ്സ് അല്ലെങ്കിൽ എറേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്ത് വന്നാണ് അവസാനം എറർ ഫ്രീ ആകുന്നത്. അപ്പോൾ ഇനിഷ്യലി ഒക്കെ നമ്മളൊരു ഡെവലപ്പ് ചെയ്ത ഉടനെ ഒരു സോഫ്റ്റ്വെയർ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് മോർ എറേഴ്സ്. ഓക്കെ, സോ ആ കിട്ടുന്ന എറേഴ്സിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. ഓക്കെ, ഫിക്സ് ചെയ്യുക മീൻസ് ആ എററിനെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആ എററിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് അതിനെ എന്ത് കറക്റ്റീവ് മെഷർ നമ്മൾ എടുക്കുന്നു എന്നതിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇഫ് വി ഗെറ്റ് 50 എറേഴ്സ് വി ഹാവ് ടു കറക്റ്റ് ഓൾ ദ 50 എറേഴ്സ്. ആ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡീബഗ്ഗിങ്. Okay, so debugging is the process of fixing a bug in the software.
Okay, it can also defined as the identifying, analyzing and removing errors. Okay, identifying കണ്ടുപിടിക്കുകയും അനലൈസിങ് അതിനെ ആ കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ ഉണ്ടായത് എന്ന് ചിന്തിക്കുകയും അതിനെയാണ് അനലൈസിങ് എന്ന് പറയും. ആൻഡ് റിമൂവ്, അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുക. ആ കാരണത്തെ റിമൂവ് ചെയ്യുമ്പോൾ ആ എറർ ഉണ്ടാകില്ല. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. Okay, so this activity begins after the software fails to execute properly and concludes by solving the problem and successfully testing the software. Okay, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി, ഡീബഗ്ഗിങ് ആക്ടിവിറ്റി തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരികയും അത് വഴി നമ്മൾ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുകയും പിന്നെ അവസാനം സക്സസ്ഫുള്ളി നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്ത് തീരുകയും ചെയ്യുമ്പോഴാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പൂർണ്ണമാകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് സിംപ്ലി കറക്റ്റീവ് മെഷർ മാത്രമാണ് ഡീബഗ്ഗിങ് എന്നും പറയാൻ പറ്റില്ല. ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുതൽ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു എറർ കണ്ടെത്തി കഴിയുന്നത് മുതൽ തിരിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്ത് എറർ ഫ്രീ ആക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് considered to be an extremely complex and tedious task because errors need to be resolved at all stages of debugging. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റിംഗ് പോലെ അത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല ഡീബഗ്ഗിങ് എന്ന് പറയും. ടെസ്റ്റിംഗ് ആണ് ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് അല്ലേ. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു റിസോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് വി ഫൗണ്ട് ആഫ്റ്റർ ദ ടെസ്റ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, സോ അത്രയും ഒരു കോംപ്ലക്സ് ആൻഡ് ടെഡിയസ് ടാസ്ക് ആണ് എന്ത് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോയിങ് ദ comparison between testing and debugging ആണ്. One by one we can go through. ഒന്നാമത്തേത്, ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ടു ഫൈൻഡ് ബഗ്സ് ആൻഡ് എറേഴ്സ്. നമ്മൾ പറഞ്ഞു തന്നെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബഗ്സും എറേഴ്സും ഒക്കെ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീബഗ്ഗിങ് എന്ന് പറയുന്നത് എന്താണ്? ഡീബഗ്ഗിങ് ഈസ് എ പ്രോസസ് ടു കറക്റ്റ് ബഗ്സ് ഫൗണ്ട് ഡ്യൂറിങ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് വഴി കണ്ടെത്തിയ ബഗ്സിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് എ പ്രോസസ് ടു ഐഡൻറ്റിഫൈ ദ ഫെയിലിയർ ഓഫ് ഇംപ്ലിമെൻറ്റഡ് കോഡ്. നമ്മൾ കോഡ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനത്തിൽ വരുന്ന ഫെയിലേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. On the same side, debugging and that is a process to give the absolution to code failure. Okay, code failure-ന്റെ ഒരു സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഈസ് ദ ഡിസ്പ്ലേ ഓഫ് എറേഴ്സ്. ഓക്കെ, നമ്മുടെ സിസ്റ്റം നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോയാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ലിസ്റ്റ് ഓഫ് എറേഴ്സ്. ഓക്കെ, ഇനി ഡീബഗ്ഗിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഡക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഒരെണ്ണം എടുക്കുക, അതിനെ ഡിഡക്റ്റ് ചെയ്ത്, അതായത് അതിനെ സോൾവ് ചെയ്യുക, അടുത്ത എററിനെ എടുക്കുക, അതിനെ സോൾവ് ചെയ്യുക, വീണ്ടും ആ എറർ ഫ്രീ ആക്കുക, വീണ്ടും അടുത്തതിനെ എടുക്കുക, അതിനെ വീണ്ടും സോൾവ് ചെയ്യുക, എറർ ഫ്രീ ആക്കുക. അങ്ങനെ ചെയ്യുന്ന ഡിഡക്റ്റീവ് പ്രോസസ്സാണ് എന്ത് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിംഗ് ഈസ് ഡൺ ബൈ ദ ടെസ്റ്റർ. Okay, while debugging is done either by programmer or developer. Okay, programmer അല്ലെങ്കിൽ ഡെവലപ്പറാണ് എന്ത് ചെയ്യുന്നത്? ഡീബഗ്ഗിങ് ചെയ്യുന്നത്. പക്ഷേ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ടെസ്റ്റർ എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കും. ഈ ടെസ്റ്റർ എന്ന് പറയുന്ന പേഴ്സണ് ഉള്ള പ്രത്യേകത, ദർ ഈസ് നോ നീഡ് ഓഫ് ഡിസൈൻ ആൻഡ് നോളജ് ഇൻ ടെസ്റ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, ഈ ആ ടെസ്റ്റർ എന്ന് പറയുന്ന ആളിന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസൈനെക്കുറിച്ചോ അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത എന്നതിനെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ യൂസർ റിക്വയർമെൻറ്റും ടെക്നിക്കൽ റിക്വയർമെൻറ്റും എല്ലാം മീറ്റ് ചെയ്തോ എന്നും വേറെ നമ്മൾ ജസ്റ്റ് ഒരു ആ ഇൻ്റർഫേസ് മാത്രമേ അയാൾ കാണുന്നുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതെന്നോ കാര്യങ്ങളോ ഒന്നും ടെസ്റ്റർ അറിയുന്നില്ല. ഓക്കെ, ടെസ്റ്റർ അറിയേണ്ട കാര്യവുമില്ല. സോ അത് ചെയ്യാൻ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ മതി. പ്രോഗ്രാമറോ ഡെവലപ്പറിൻ്റെ ആവശ്യമില്ല.
പക്ഷേ ഡീബഗിങ് കാൺ ബി ഡൺ വിത്തൗട്ട് ദ പ്രോപ്പർ ഡിസൈൻ നോളജ് ഇല്ലാതെ ഡീബഗിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ടെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ ബൈ ഇൻസൈഡർ ആസ് വെൽ ആസ് ഔട്ട്സൈഡർ. ഏതൊരാൾക്ക് വേണമെങ്കിലും ഈ ടെസ്റ്റിങ് ഇപ്പം പ്രോഗ്രാമറിന് തന്നെയും ചെയ്യാം ടെസ്റ്റിങ്, അല്ലാതെ ഒരു ഔട്ട്സൈഡറിന് വന്നാലും നമ്മുടെ സിസ്റ്റത്തിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡീബഗിങ് ഈസ് ഓൺലി ഡൺ ബൈ ദ ഇൻസൈഡ്. ഔട്ട്സൈഡർ കാൺ ഡു ഡീബഗിങ്. ഓക്കെ, ഇനി ടെസ്റ്റിംഗ് ക്യാൻ ബി മാനുവൽ ഓർ ഓട്ടോമേറ്റഡ്. ടെസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വി ക്യാൻ ഡു ഇറ്റ് മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി. ഏതെങ്കിലും ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയർ ടൂൾസ് അവൈലബിൾ ആണിപ്പോൾ. ആ ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനുവലി ഒരാൾ ഇരുന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ പക്ഷേ ഡീബഗിങ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് മാനുവൽ. ഒരു പ്രോഗ്രാമറിനെ കൊണ്ട് മാത്രമേ എറർ കിട്ടിയാൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ കോഡിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഓട്ടോമാറ്റിക്കലി വി കാൺ ഡു ഡീബഗിങ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ലെവൽസ്. ദാറ്റ് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. നിങ്ങൾ ഇനി ടെസ്റ്റിംഗ് എന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നെക്സ്റ്റ് ഇയറിൽ പഠിക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിൽ നിങ്ങൾ ഇതൊക്കെ ഈ ടേംസൊക്കെ ഇനി അവിടെ ഇപ്പം ഞാനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ ടെസ്റ്റിംഗ് ഈ ടേംസ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം വായും തുറന്നിരിക്കരുതാരും. ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസാണ്. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റിങ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്, സിസ്റ്റം ടെസ്റ്റിങ്. ഓക്കെ, അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് അപ്പോൾ പഠിക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി. ഈ ലെവൽസിലൂടെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിന് ഹോൾ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇത്രയും ലെവൽസിലൂടെ കടത്തിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഡീബഗിങ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഗ്സ്. ഡീബഗിങ് എന്താണ്? നമുക്ക് കിട്ടുന്ന എററിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ബഗ് ഏത് തരത്തിലാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മളവിടെ ഡീബഗിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റിംഗ് ഈസ് എ സ്റ്റേജ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഈ ടേമും നിങ്ങൾ അടുത്ത വർഷം ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കേൾക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അതായത് ഓരോ സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കടന്നു പോകേണ്ട കുറച്ച് സ്റ്റേജസ്, അതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിലൊരു സ്റ്റേജാണ്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അവസാനത്തെ ഒരു ലെവലാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീബഗിങ് ഈസ് നോട്ട് ആൻ ആസ്പെക്ട് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് ഒക്കേഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഡീബഗിങ് എന്ന് പറയുന്നത് ഈ SDLCയുടെ ഒരു സ്റ്റേജ് അല്ല, പക്ഷേ ഈ ടെസ്റ്റിങ്ങിനോടനുബന്ധിച്ച് വരുന്ന ഒരു പ്രോസസ്സാണ് ഡീബഗിങ്. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് ഒരു എറർ കിട്ടിയാൽ വി ഷുഡ് കറക്റ്റ് ഇറ്റ്, അല്ലേ? ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഒരു പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ യൂസറിന് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എറർ ഫ്രീ. സോ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു എറർ കിട്ടിയാൽ വി ഷുഡ് ക്ലിയർ ഇറ്റ്. ഓക്കെ, അത് ഒരു കോൺസിക്വൻസ് ആണ്, ടെസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. അതൊരു SDLCയുടെ ഒരു സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റിംഗ് ഈസ് കമ്പോസ്ഡ് ഓഫ് വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് നമ്മൾ സോഫ്റ്റ്വെയറിനെ വാലിഡേറ്റ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വൈൽ ഡീബഗിങ് പ്രോസസ് സീക്സ് ടു മാച്ച് സിംറ്റം വിത്ത് കോസ്, ബൈ ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു എറർ കറക്ഷൻ. അപ്പോൾ ഡീബഗിങ്ങിൽ എന്താണ് ശരിക്കും? നമ്മൾ ഒരു സിംറ്റം കിട്ടി, ഓക്കെ, അതായത് ഒരു എറർ കിട്ടി, അതിന് കാരണമായ കാര്യത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാരണമായ കാര്യത്തിന് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാര്യം വരാതിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു എറർ ഉണ്ടാകാതിരിക്കും. അതാണ് ഡീബഗിങ് എന്ന് വെച്ചാൽ. ഇനി ടെസ്റ്റിംഗ് ഈസ് ഇനിഷ്യേറ്റർ ആഫ്റ്റർ ദ കോഡ് ഈസ് റിട്ടൺ. ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ എത്ര ലെവൽ ഓഫ് കോഡ് ചെയ്താലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ഒരു പ്രോഗ്രാം എഴുതി തുടങ്ങിയതേ ഉള്ളൂ, അതും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മിഡ് വേ ആയതേ ഉള്ളൂ, അതും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ പ്രോഗ്രാമർ വിഷ് ടു എക്സിക്യൂട്ട് ദ ടെസ്റ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, അത് ഇപ്പോൾ പ്രോഗ്രാമറാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ദ നേച്ചർ ഓഫ് ദ പ്രോഗ്രാമർ. ഓക്കെ,
ഇനി ഡീബഗ്ഗിങ് കമൻസസ് വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് എ ടെസ്റ്റ് കേസ്. പക്ഷേ ഡീബഗ്ഗിങ്ങിൻ്റെ പ്രത്യേകത എന്താ, ഒരു ടെസ്റ്റ് നടന്ന ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസ് നടന്നാൽ മാത്രമേ അവിടെ ഒരു ഡീബഗ്ഗിങ് എന്ന് പറയുന്ന ഒരു കേസ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ടെസ്റ്റ് കേസ് നടന്നാൽ അവിടെ ഒരു ഡീബഗ്ഗിങ്, അതായത് ടെസ്റ്റ് കേസ് നടത്തി ഒരു എറർ വന്നാൽ അവിടെ ഒരു ഡീബഗ്ഗിങ് വേണ്ടി വരും. ഓക്കെ, എപ്പോഴും ഇപ്പം ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ ബിഗിനർ നിങ്ങളിപ്പം ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 4-5 ലൈൻ എഴുതുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്കൊരു എറർ ഫ്രീ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ തെറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ചെയ്തു പോകാം. കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് ബാലൻസ് ആകുമ്പം ഈ 5 ലൈൻസ് എന്നുള്ളത് 10 ലൈൻസ് കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരു 15 ലൈൻസ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂട്ടി വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ എല്ലാവരും ഞാൻ നോട്ട്സ് സഹിതം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ ഈ മോഡ്യൂൾ പഠിച്ച് എക്സാം എഴുതണം കേട്ടോ. താങ്ക് യു.